ഓക്കെ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സോ ആ സ്ട്രാറ്റജീൻ്റെ ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാട്ടോ. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ പറഞ്ഞു തരുന്ന സംഭവം ഓക്കെ. ഈ പറഞ്ഞു തരുന്ന സംഭവം നിങ്ങളൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഏത് വിജയിക്കുന്നുണ്ടോ അതോ ഫെയിൽ ആവുകയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ. സോ ഇത് SMC ആയിട്ട് താരതമ്യമുണ്ട്. അതേപോലെ തന്നെ CRT ആയിട്ടും കുറച്ച് ബന്ധങ്ങളുണ്ട്. ഓക്കെ. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം അതേപോലെ കാണുക, എന്നിട്ട് വീഡിയോ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഡിസ്കോഡിലോ കമൻറ്റ് ബോക്സിലോ നിങ്ങൾ പറയുക. ഓക്കെ. ഈ കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഞാൻ എൻ്റെ സ്ട്രാറ്റജി ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് അടിച്ചോ, അതേപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് ഒക്കെ ഇട്ടോ. ഓക്കെ. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ 50 മിനിറ്റോ 1 അവറോ ക്യാൻഡിലോ ആണ് നോക്കേണ്ടത്. ഓക്കെ. അതിൻ്റെ മേലെയും നോക്കണ്ട, അതിൻ്റെ അടിയിലും നോക്കണ്ട. സോ നോക്കിക്കോ. സോ ഞാൻ ഇവിടെ ഒരു സ്വിങ് വരച്ചു. അല്ല, നിൽക്കുക ഒരു മിനിറ്റ് കേട്ടോ. നമുക്ക് ഡൗൺ ട്രെൻഡ് വരയ്ക്കാം. ഓക്കെ. സോ ഞാൻ ഇവിടെ ഒരു സ്വിങ് വരച്ചു. ഓക്കെ. സോ ഇതൊരു സ്വിങ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് FEG എവിടെയെങ്കിലും ഉണ്ടോ എന്ന് മാർക്ക് ചെയ്യുക. സോ FEG മാർക്ക് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ FEG ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യരുത്. ഓക്കെ. ഒന്നിൽ കൂടുതൽ FEG ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യരുത്. അങ്ങനെ ഒന്നിൽ കൂടുതൽ FEG ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും മേലത്തെ, അതായത് ഇവിടെ നിന്നാണല്ലോ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഇവിടെ നിന്നല്ലേ തുടങ്ങുക. സോ നിങ്ങൾ ഇവിടുത്തെ ഫസ്റ്റത്തെ FEG മാർക്ക് ചെയ്യണം. ഓക്കെ. ഈ FEG മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തില്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്വിങ് ഉണ്ടല്ലോ, ഈ സ്വിങ് തിരിച്ച് ഈ FEGയിൽ എത്തുമ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. അതായത് കണ്ടിന്യൂസ്ലി റിജക്ഷൻ വരുന്നുണ്ടോ നോക്കുക. റിജക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കായിരിക്കും. ഓക്കെ. വിക്കുകളായിരിക്കും ഇങ്ങനെ. ഈ വിക്കുകൾ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 50 മിനിറ്റ് ആണെങ്കിലും 1 അവർ ആണെങ്കിലും നിങ്ങൾ ഏത് മിനിറ്റ് പോയി നോക്കണം, നിങ്ങൾ 3 മിനിറ്റിൽ പോയി നോക്കണം. ഓക്കെ. 3 മിനിറ്റ് പോയി നോക്കുക. സോ ഞാൻ പറഞ്ഞു തരാം. 3 മിനിറ്റിൽ പോയി നോക്കുക. സോ നമ്മൾ വരച്ച FEG ഇവിടെ ഇടയിലൊക്കെ ഉണ്ടാവും. സോ ഒരു മിനിറ്റ്. ഓക്കെ. അത് 3 മിനിറ്റിൽ നമുക്ക് അത്ര ചെറുതാക്കാൻ പറ്റണില്ല. സോ ഞാൻ ഇവിടെ ചെറുതായിട്ട് കാണിച്ചു തരാം. സോ നമ്മൾ വരച്ച സ്വിങ് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയല്ലേ നമ്മളെ സ്വിങ് ഉണ്ടായിരുന്നത്. സോ FEGയിൽ വരുമ്പോൾ ഇവിടെ FEG ആയിട്ട് കണക്ക് കൂട്ടുക. ഓക്കെ. ഈ ഒരു സംഭവത്തെ FEG ആയിട്ട് കണക്ക് കൂട്ടുക. സോ ഇവിടെ വരുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യും. ഓക്കെ. മാർക്കറ്റ് ഇവിടുന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും, അതായത് 3 മിനിറ്റിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്വിങ് ഉണ്ടോ നോക്കുക. അതായത് അവസാനം ഉണ്ടായ സ്വിങ് ഉണ്ടല്ലോ, ഈ ഒരു അപ്സൈഡ് വരുന്നതിൽ എവിടെയെങ്കിലും ഒരു സ്വിങ് ഉണ്ടോ നോക്കുക. സോ ഇവിടെ ഒരു സ്വിങ് ഉണ്ട്. ഓക്കെ. ഈ ഒരു റേഞ്ച് ഒരു സ്വിങ് ഉണ്ട്. ഈ സ്വിങ് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് ബ്രേക്കായി. ക്യാൻഡിൽ ബ്രേക്ക് ആവണം കേട്ടോ, വിക്കല്ല ബ്രേക്ക് ആവേണ്ട, ക്യാൻഡിൽ ബ്രേക്ക് ആവും. ക്യാൻഡിൽ ബ്രേക്ക് ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ക്യാൻഡിൽ ബ്രേക്കായി ഇവിടുന്ന്. ഓക്കെ. ഈ ക്യാൻഡിൽ ബ്രേക്ക് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എൻട്രി ഇടണം. സോ എവിടെ നിന്നാണ് എൻട്രി ഇടേണ്ടത്, ഈ ക്യാൻഡിൽ ബ്രേക്ക് ആയ അവിടുന്ന് എൻട്രി ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്കറ്റിനെ ഓക്കെ എൻട്രി ഇട്ടിട്ട് മാർക്കറ്റിനെ നിങ്ങൾ ഇതാക്കി വെക്കണം, അതായത് മുകളിലേക്ക് കയറ്റി വെക്കണം. സോ എന്തൊരു പ്രശ്നമുണ്ട് നോക്കി കേട്ടോ. സോ നമ്മൾ 1 അവർക്ക് തന്നെ തിരിച്ചു പോയി. 1 അവർക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആ ഒരു സ്വിങ് കാണാൻ പറ്റും. അവിടെ കാണാൻ പറ്റുന്നില്ലേ? സോ ഇവിടെ നമ്മൾ ഡൗൺ ട്രെൻഡിൻ്റെ സാധനം എടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, വരച്ചു. ഇതിൻ്റെ ഹൈയിൽ കൊണ്ടുവയ്ക്കുക. ആ ഒരു സ്വിങ് ഉണ്ടല്ലോ, ആ ഒരു FEGൻ്റെ മേലെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങളുടെ TPൻ്റെ സാധനം, അത് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഇറക്കിയിട്ട് വെക്കണം. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ. സോ ഞാൻ ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 80% ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 80% കേട്ടോ. സോ ഈ കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ. എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങളൊരു ഒരാഴ്ച എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
ബാക്ക് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് പറഞ്ഞു തരാം കാര്യങ്ങൾ കേട്ടോ. സോ ഞാൻ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നതാണ്. സോ ഇതിൽ കുറച്ചും കൂടി സംഭവങ്ങളുണ്ട്, അത് നമ്മൾ പിന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാണ്ട് ഈ സംഭവങ്ങളൊക്കെ. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് മര്യാദയ്ക്ക് ചെയ്യണം. ഓക്കെ, അതേ FEG, ഒരു FEG അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക്, അത് രണ്ടേ ഈ ഒരു ഇതിലുണ്ടാവാൻ പാടുള്ളൂ. ചറപറ FEGകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലത്തെ FEG മാത്രം മാർക്ക് ചെയ്യുക ഒരു സ്വിങ്ങിൻ്റെ. ഇനിയിപ്പോൾ അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ചെയ്യുക. ഓക്കെ, അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ കൊണ്ടുപോയിട്ട് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുക, FEG അവിടെ തന്നെ മാർക്ക് ചെയ്യുക. സോ എൻ്റെ ഇപ്പം ബിഗിനറായിട്ട് പഠിക്കുന്നവരുണ്ടാവും, അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ FEG അറിയാത്തവരോ ഓർഡർ ബ്ലോക്ക് അറിയാത്തവരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഇത് ഇപ്പോൾ പഠിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചത് കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, ഇത് പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. കുറച്ച് ചെയ്യാൻ അറിയുന്നവർ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഓർഡർ ബ്ലോക്കും FEGയിലും വന്ന് ടച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, പ്രൈസ് മൂവ്മെൻ്റ് നടക്കും, ഇംബാലൻസ് നടന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, അടിയിലോട്ട് വരും. ഓക്കെ, ആ പ്രൈസ് പെൻഡിങ് ഉണ്ടായിരുന്ന ഓർഡേഴ്സ് ഫില്ലായി മാർക്കറ്റ് റിയാക്ട് ചെയ്യും. സോ FEGയിൽ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിലായിരിക്കും ഉണ്ടാവുക. ചില ടൈംസിൽ നോക്കിക്കോ, ചില ടൈംസിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ കയറി വന്നിട്ട് ഈ ഒരു ഓർഡർ ഇതെടുക്കും. ഓക്കെ, ഇതെടുത്തിട്ട് ഇവിടെ വിക്ക് ആക്കിയിട്ടുണ്ടാവും. ഈ വിക്ക് ആക്കിയിട്ടേ എന്ത് ചെയ്യും, മാർക്കറ്റ് അടുത്തതായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. സോ ഈ ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് സൂക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ല, ഓർഡർ ബ്ലോക്കിലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഫസ്റ്റ് സ്വിങ് അല്ല, സെക്കൻഡ് സ്വിങ് ഉണ്ടാവും. ചെറിയ ചെറിയ സ്വിങ്ങുകളായിരിക്കും. ആ സെക്കൻഡ് സ്വിങ് ബ്രേക്ക് ആവുമ്പോൾ, ബ്രേക്ക് ആയി കഴിഞ്ഞ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് എൻട്രി ഇടുക, എന്നിട്ട് ഇതിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കുക സ്റ്റോപ്പ് ലോസ്. ഞാനിത് ചെയ്ത് നോക്കിയാൽ 80%ഓളം എനിക്ക് വിന്നിങ് റേറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും, ഇത് ഫുള്ള് സംഭവങ്ങൾ വെച്ചിട്ട്. ഇതിൻ്റെ ഒരു ട്രേഡിംഗ് വീഡിയോ, അതായത് ട്രേഡിംഗ് വീഡിയോ നമ്മളൊരു 24 hours ട്രേഡിംഗ് കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും അത് ഉൾക്കൊള്ളിക്കും, നമ്മൾ ആ കാര്യങ്ങൾ അതിൽ പറഞ്ഞുതരും. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, എന്നിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. സോ ഇത് ഞാനായിട്ട് സിമ്പിളി നിർമ്മിച്ചുണ്ടാക്കിയൊരു സംഭവമാണ്. എൻ്റെ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ചുമ്മാ ചെയ്തു വെച്ചതാണ്. സോ എനിക്കതിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. സോ നിങ്ങളെന്തായാലും ഇത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും. അതുവരേക്കും ബൈ.